ഫ്രണ്ട്സ്, KL33Q ഫാം വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പക്കറി. പുതിയൊരു സംഭവമാണ്, ഒരു വെറൈറ്റി സാധനമാണ്. ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനാവശ്യമായ സാധനം പച്ചമുളക് വേണം, കാന്താരി, സവോള, തക്കാളി. ഈ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കണം. അപ്പം ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ശൈലി ശരിയാകുന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇതിപ്പം എല്ലാ സാധനവും കൂടെ മിക്സിയിലിട്ട് അരച്ച പേസ്റ്റാണ് ഈ കാണുന്നത്. ഇത് അരച്ച് നല്ലപോലെ അരയണ്ട, ഒരു മീഡിയം രീതിയിൽ അരച്ചെടുത്ത ശേഷം ഇത് നമ്മളിനി വെന്തിരിക്കുന്ന കപ്പയിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കാണുന്നവരൊന്നൊക്കെ ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ലപോലെ മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കിയിടുക. ഇളക്കിയെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, കാന്താരി, സവാള ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണത്. നമ്മളിപ്പോൾ വിറകടുപ്പിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും. അതുകൊണ്ട് കാശ് വീട്ടിലൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ലൈക്കും കൂടെ അടിക്കണം. ഇനി നമുക്കിതൊന്ന് കഴിക്കാം. ഇപ്പം നമ്മൾ ചോറ്, കപ്പ കറി, ഇന്നലെ തലേദിവസത്തെ മീൻ കറിയുടെ ചാറ്, പിന്നെ ഉണക്കമീൻ, ഇതെല്ലാം കൂടെ ഉണക്കമീൻ ഇപ്പോൾ എടുത്തുകൊണ്ട് ഇന്നലെ വറുത്ത് വെച്ച ഉണക്കമീനാണ്. ഉണക്കമീൻ, കപ്പ, മീൻ ചാറ്, ഇന്നലത്തെ മീൻ കറിയുടെ ചാറാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി, നല്ല ചൂടുണ്ട്. ഇത് മിക്സാക്കി കഴിക്കുക. ഇപ്പോൾ ഇതൊന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഡിഷാണ് ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ വീട്ടിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ എത്തുന്നവരും കൊണ്ട് എല്ലാവർക്കും നന്ദി, താങ്ക്സ്. ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.